നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 70 ആയിരുന്നു ഇന്ന്. ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ചു കാണുമല്ലോ. ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്നു കൂടുതലും. പരീക്ഷ എന്ന് എഴുതി നോക്കാം. അപ്പം പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. മാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. തുടങ്ങാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കണേ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിലേ നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണിച്ചിട്ട് പോവാം. അവിടെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എൻ്റെ പേര് അശ്വതി. 10th മെയിൻസ് ഡേ 70 എക്സാം. ആദ്യത്തെ ചോദ്യം: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ ആയിരുന്ന ഒരു രാജ്യത്തെ ഗാഢ നിദ്രയിൽ നിന്നും ഉണർത്തി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധി, മാഡം ഭിക്കാജി കാമ, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്. എഴുതിക്കോളൂ. 2. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്നു. 2. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത പ്രധാന ദേശീയ നേതാവ്. 3. ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി. 4. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 5. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ് എന്ന അവകാശവാദം ഉയർത്തി. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതിക്കൊള്ളാം. 3. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രാജാറാം മോഹൻ റോയ്, പണ്ഡിത രമാഭായി, ആത്മാറാം പാണ്ഡുരംഗ്. 4. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനായി ബ്രിട്ടീഷുകാർ രൂപം നൽകിയ പ്രധാന സ്ഥാപനങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് ജി അഗാർക്കർ. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 5. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇപ്രകാരം അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേശബ് ചന്ദ്ര സെൻ, വീരേശലിംഗം, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രാജാറാം മോഹൻ റോയ്. 6. ചുവടെ തന്നിരിക്കുന്നതിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധമില്ലാത്തത് ആർക്കാണെന്ന് കണ്ടെത്തുക. ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, മഹാദേവ ഗോവിന്ദ റാനഡെ. 7. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിച്ച ഭാഷ ഏതാണ്? കന്നഡ, തെലുങ്ക്, മറാത്തി, ബംഗാളി. 8. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. സതി എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ ആണ്. ഭാരതമാത എന്ന ചിത്രം വരച്ച കാലഘട്ടം സ്വദേശി സമരകാലമാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാക സ്വീകരിച്ചത് 1947 9. ചുവടെ തന്നിരിക്കുന്ന ആശയങ്ങൾ പരിശോധിച്ച് പരിഷ്കരണ പ്രസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം, രാമകൃഷ്ണ മിഷൻ, പ്രാർത്ഥനാ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി. 10. ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക.
കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ മുതലായവ. കാർബണിന്റെ രൂപാന്തരമായ വജ്രം വൈദ്യുതിയെ നന്നായി കടത്തിവിടും. ഒരേ രാസഗുണവും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നു. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ നോക്കാം, എഴുതിക്കൊള്ളാം. 11. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരന്റേതാണ്? കെ പത്മനാഭൻ, ഇ മുഹമ്മദ്, ഡൊമിനിക് ചാക്കോ, എൻ വാസുദേവൻ നായർ. 12. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള, എം ഡി വാസുദേവൻ നായർ, സി വി രാമൻ പിള്ള, എൻ കൃഷ്ണപിള്ള. 13. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എഴുതിയതാരാണ്? ഉർവശി ഭൂട്ടാലിയ, ഖുഷ്ദേവ് സിംഗ്, മുഹമ്മദ് അലി ജിന്ന, രവീന്ദ്രനാഥ ടാഗോർ. 14. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച തമസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? എം എസ് സത്യു, ഗോവിന്ദ് നിഹലാനി, പമേല റൂക്സ്, ഋത്വിക് ഘട്ടക്. 15. ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച രീതി, സൈനിക നീക്കം, ജനഹിത പരിശോധന, തൽസ്ഥിതി കരാർ ഇവയൊന്നുമല്ല. ചോദ്യങ്ങൾ കഴിഞ്ഞേ, ഇനി ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം: മാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ ആയിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ. 2. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തേത് ശരിയാണ്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്നു. 2. ശരിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത പ്രധാന ദേശീയ നേതാവ്. 3. ശരിയാണ്. ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി. 4. ശരി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 5 തെറ്റാണ്. 5 മൗണ്ട് ബാറ്റൻ പ്ലാനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 4 പ്രസ്താവനകളാണ് ശരി. 1, 2, 3, 4. സി ആണ് ഉത്തരം. 3. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. എ ആണ് ഉത്തരം. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 4. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനായി ബ്രിട്ടീഷുകാർ രൂപം നൽകിയ പ്രധാന സ്ഥാപനങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഇതിൽ ശരിയായത് 1 ശരിയാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകനാണ് വില്യം ജോൺസ്. 2 ശരിയാണ്. കൽക്കട്ട മദ്രസ, വാറൻ ഹേസ്റ്റിങ്സ്. 3 തെറ്റിപ്പോയി. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. എ ആണ് ഉത്തരം. 5. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇപ്രകാരം അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. 6. ചുവടെ തന്നിരിക്കുന്നതിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധമില്ലാത്തത് ആർക്കാണെന്ന് കണ്ടെത്തുക. ലാല ലജ്പത് റായ് ആണ്. സി ആണ് ഉത്തരം. ലാല ലജ്പത് റായ്. 7. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിച്ച ഭാഷ ഏതാണ്? മറാത്തി. മറാത്തി ഭാഷയിലാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിച്ചത്. 8. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. എ ആണ്. സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. അടുത്ത ചോദ്യം 9.
ചുവടെ തന്നിരിക്കുന്ന ആശയങ്ങൾ പരിശോധിച്ച് പരിഷ്കരണ പ്രസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ബി ആണ്, രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. 10. ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഫുള്ളറിൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ 2 തെറ്റിപ്പോയി. എന്താണ്? കാർബണിന്റെ രൂപാന്തരമായ വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, വൈദ്യുതി ചാലകം അല്ല. അപ്പൊ തെറ്റാണ്. 3 ശരിയാ. ഒരേ രാസഗുണവും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നു. 4 ശരിയാണ്. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം. 1, 3, 4 മാത്രമാണ് ശരി. 1, 3, 4 മാത്രം ശരി. ബി ആണ് ഉത്തരം. 11. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെതാണ്? ഇ മുഹമ്മദ് ആണ്. ഇ മുഹമ്മദ്. ബി. 12. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? സി വി രാമൻ പിള്ള. സി വി രാമൻ പിള്ള. 13. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എഴുതിയതാര്? ഉർവശി ഭൂട്ടാലിയ. ഉർവശി ഭൂട്ടാലിയ. എ. 14. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച് തമസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനിയാണ്. ബി. ഗോവിന്ദ് നിഹലാനി. 15. ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച രീതി ജനഹിത പരിശോധന. ജനഹിത പരിശോധന. അപ്പൊ 15 ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിർബന്ധമായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഈ ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു എക്സാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീണ്ടും കാണാം. താങ്ക് യു.